അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മഖ്ലൂഖീൻ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹ്. അമ്മാ ബഅദ്. പ്രിയമുള്ളവരെ, ഇന്ന് പരിശുദ്ധമായ മക്ക ഹറമിൽ നിന്ന് അള്ളാഹുവിൻ്റെ ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജന്മദിനം കൊണ്ട് അനുഗ്രഹീതമായ പരിശുദ്ധമായ റബീഉൽ അവ്വൽ മാസത്തിൽ അവിടുത്തെ ഒരു ചര്യ, ഹുസ്നുൽ ഹുൽക്ക്, സൽ സ്വഭാവം, ഇതാണ് ഇന്ന് നാം ചർച്ച ചെയ്യുന്നത്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് അള്ളാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത് വിശുദ്ധ ഖുർആനിക വചനമാണ്. വ ഇന്നക ലഅലാ ഖുലുഖിൻ അളീം. നബിയെ, അങ്ങ് അത്യുന്നതമായൊരു സ്വഭാവത്തിൻ്റെ മുകളിലാണുള്ളത്. വലൗ കുംത ഫല്ലൻ ഗലീളൽ ഖൽബി ലം ഫല്ലു മിൻ ഹൗലിക. അള്ളാഹുവിൻ്റെ ഹബീബിനോട് പറയുകയാണ്, അങ്ങൊരു കാർക്കശ്യ സ്വഭാവത്തിൻ്റെ ഉടമയായിരുന്നെങ്കിൽ അങ്ങയുടെ ചുറ്റുഭാഗത്ത് നിന്ന് ആളുകൾ ഒഴിഞ്ഞു പോകുമായിരുന്നു. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ സന്ദേശങ്ങൾ അള്ളാഹുവിൻ്റെ ഹബീബ് ഈ സമൂഹത്തിൽ പഠിപ്പിച്ചു കൊടുത്ത് അത് ഉൾക്കൊള്ളാൻ തയ്യാറായത് ഹബീബായ നബിയുടെ ഉത്തമമായ സ്വഭാവമായിരുന്നു. ഒരു മനുഷ്യൻ്റെ ഈമാൻ പൂർണ്ണമായതിൻ്റെ ഏറ്റവും വലിയൊരു ലക്ഷണമാണ് നമ്മൾ സൽസ്വഭാവിയാവുക എന്നുള്ളത്. അത് ഹബീബിൻ്റെ ഒരു ചര്യയാണ്. ആ സൽസ്വഭാവികൾക്ക് അല്ലാഹു തആല നൽകുന്നത് നാളെ പാരത്രിക ലോകത്ത് വലിയ പ്രതിഫലങ്ങളാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറഞ്ഞു, ഇന്ന മിൻ അഹബ്ബിക്കും ഇലയ്യ വ അഖ്റബിക്കും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അഹാസിനുക്കും അഖ്ലാഖ. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പഠിപ്പിക്കുകയാണ്, നാളെ ഖിയാമത്ത് നാളിൽ എൻ്റെ അടുക്കൽ എന്നോട് ഏറ്റവും അടുത്തത്, എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത്, ഇരിപ്പിടത്താൽ എന്നോട് ഏറ്റവും അടുത്തിരിക്കുന്നവർ അഹാസിനുക്കും അഖ്ലാഖ, നിങ്ങൾ ഏറ്റവും നല്ല സൽസ്വഭാവികളാണ്. അതുപോലെ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ പറയുകയാണ്, എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളത് നാളാഖിറ ലോകത്ത്. വ ഇന്ന മിൻ അബ്ഗദികും ഇലയ്യ വ അബ്ഗദികും മിന്നി മജ്ലിസൻ യൗമൽ ഖിയാമത്തി അസ്വഉകും അഖ്ലാഖ. നാളെ എനിക്ക് ഏറ്റവും ദേഷ്യമുള്ളതും എൻ്റെ അടുത്തിൽ ഇരിപ്പിടം കൊണ്ട് ഏറ്റവും വിദൂരമായവരും മോശമായ സ്വഭാവത്തിൻ്റെ ഉടമകളാണെന്ന് സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. നാളെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ തൂക്കം കൂടുന്ന അമല് ഏതാണ്? അല്ലാഹുവിൻ്റെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, മാ മിൻ ഷൈഇൻ അസ്ഖലു ഫീ മീസാനിൽ മുഅ്മിനി യൗമൽ ഖിയാമത്തി മിൻ ഹുസ്നിൽ ഖുൽഖ്. മുഹമ്മദുർ റസൂലുള്ളാഹി. നാളെ മുഅ്മിനായ മനുഷ്യൻ്റെ മീസാൻ എന്ന തുലാസിൽ ഏറ്റവും കൂടുതൽ കനം കൂടുന്ന അമല് സൽ സ്വഭാവമാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് ചോദിക്കുകയുണ്ടായി. സുഇല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം, ഹബീബിനോട് ചോദിച്ചു, മാ യുദ്ഖിലുൻ നാസിൽ അൽ ജന്ന. നാളെ അധികരിച്ചും സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആളുകൾ എന്ത് അമല് കൊണ്ടാണ് ആളുകൾ കൂടുതലും സ്വർഗത്തിൽ പ്രവേശിക്കുക എന്ന് ചോദിച്ചപ്പോൾ ഹബീബായ നബി തങ്ങൾ പറഞ്ഞത് അതിലൊന്ന് ഹുസ്നുൽ ഖുൽഖ്, സൽസ്വഭാവികൾ. സൽസ്വഭാവം മനുഷ്യനെ, മുഅ്മിനിനെ സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. ഈ സൽസ്വഭാവികൾക്കുണ്ടാകുന്ന 5 ലക്ഷണങ്ങൾ. ഒന്ന്, തബസ്സുമുക്ക, അവരുടെ മുഖത്തൊരു പുഞ്ചിരി ഉണ്ടാകും. മുഅ്മിനായ മനുഷ്യർ തമ്മിൽ പരസ്പരം കണ്ടാൽ അവർ പുഞ്ചിരിക്കുന്നു. അത് സൽസ്വഭാവിയുടെ ഒരു ലക്ഷണമാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് ചോദിച്ചല്ലോ, അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ പുഞ്ചിരിയെക്കുറിച്ച് ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ ആയിഷ ഉമ്മ റളിയല്ലാഹു അൻഹ പറഞ്ഞത്, ഇന്നമാ ഹുവ തബസ്സുമുൻ. ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പുഞ്ചിരി,
അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ മുഖത്ത് എപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാണ്. അതുപോലെ രണ്ടാമത്തെ, അപ്പോൾ പുഞ്ചിരി എന്നുള്ളത് ആരെ കണ്ടാലും നമ്മൾ ഗൗരവം ഒഴിവാക്കി ഒരു പുഞ്ചിരിക്കുക, അത് വലിയ സ്വതക്കയാണ്. അള്ളാഹു തൗഫീഖ് നൽകട്ടെ. സൽസ്വഭാവിയുടെ അടയാളവുമാണ്. രണ്ടാമത്തേത് പറയുന്നത് വത്തസിലു അമ്മൻ ഖതഅക്ക്, നിന്നെ വിച്ഛേദിച്ചവർ, നിന്നോട് മുറിഞ്ഞു നിൽക്കുന്നവർ, നിന്നോട് തെറ്റി നിൽക്കുന്നവരോട് നീ പോയി ചേരുക. അത് ആ വിനയം, അത് സൽസ്വഭാവിയുടെ ലക്ഷണമാണ്. അങ്ങനെ ചേർന്ന് നല്ല കൂട്ടുകാരുണ്ടാക്കുന്നത് വലിയ പ്രതിഫലമുള്ള കാര്യമാണ്. നല്ല കൂട്ടുകാർ നമുക്ക് വേണം. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചു, മൻ ആഹാ ഫില്ലാഹി അഖൻ റഫഅഹുല്ലാഹു ദറജതൻ ലാ യനാലുഹു ബിശൈഇൻ മിൻ അമലിഹി. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാൻ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു കൂട്ടുകാരൻ ഒരുത്തൻ ഉണ്ടാക്കിയാൽ അള്ളാഹു അവനെ നാളെ വലിയ പദവി കൊണ്ട് ഉയർത്തും. വേറൊരു അമലിനുമില്ലാത്ത പ്രതിഫലം അള്ളാഹു അവന് നൽകുന്നതാണ് മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അപ്പം ഗൗരവ മനോഭാവം ഒഴിവാക്കി നല്ല കൂട്ടുകാരെ നാം ഉണ്ടാക്കുക. നമ്മോട് ഉള്ള കൂട്ടുകാരോട് പിണങ്ങി നിന്ന് നമ്മുടെ സുഹൃബന്ധം നഷ്ടപ്പെടുത്താതെ, അവർ എന്തെങ്കിലും കാരണം കൊണ്ട് ഇനി പിടങ്ങിയിട്ടുണ്ടെങ്കിൽ തന്നെ നാം അവരോട് പോയി ചേരുക. ആ ഒരു വിനയാന്യത സ്വഭാവം സൽസ്വഭാവിയുടെ ലക്ഷണമാണ്. അതുപോലെ വറജുലാനി തഹാബ്ബാ ഫില്ലാ, അള്ളാഹു നാളെ അർശിൻ്റെ നിഴലിടുന്ന 7 വിഭാഗത്തിൽ ഒരു വിഭാഗം പ്രത്യേകമായി അള്ളാഹു തആല എണ്ണിയിട്ടുണ്ട്. നല്ല കൂട്ടുകാർ, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരുമിച്ചുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പിരിയുന്ന നല്ല കൂട്ടുകെട്ട്, അതിന് അവർക്ക് പ്രത്യേകമായ പദവി നാളെ അള്ളാഹു നൽകുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്. അത് വലിയ പ്രതിഫലമുള്ള കാര്യവുമാണ്. സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ഇന്ന ഹൗലൽ അർശി മനാബിർ, നാളെ സ്വർഗത്തിൽ അർശിൻ്റെ താഴ്ഭാഗത്ത് ഒരുപാട് സ്റ്റേജുകൾ അല്ലാഹു ഒരുക്കിയിട്ടുണ്ട്. അലൈഹാ ഖൗമുൻ ലിബാസുൻ നൂർ, അതിൽ ആ സ്റ്റേജിൽ പ്രകാശത്തിൻ്റെ വസ്ത്രങ്ങൾ അണിഞ്ഞ് അവരുടെ വസ്ത്രത്തിൽ നിന്ന് പ്രകാശം ഇങ്ങനെ അടിച്ചു വീശുന്നുണ്ടാവും. അങ്ങനത്തെ ഒരു വിഭാഗം. വവുജൂഹുഹും നൂർ, അവരുടെ മുഖം പ്രകാശിക്കുന്നു. ലൈസൂ ബി അംബിയാ വലാ ശുഹദാ, അവർ അമ്പിയാക്കളോ രക്തസാക്ഷികളോ അല്ല. അള്ളാഹു ഏറ്റവും വലിയ പദവികൾ നൽകുന്ന അമ്പിയാക്കളോ രക്തസാക്ഷികളോ അല്ല. യഗ്ബിതുഹുമുൽ ബിഹുമുൽ അംബിയാ വശുഹദാ, അമ്പിയാക്കളും ശുഹദാക്കളും മോഹിച്ചു പോകുമ്പോൾ ആരാണ് അവരുടെ ഗ്രേഡ് കിട്ടുമോ? അങ്ങനെ അവർ പോലും ആഗ്രഹിച്ചു പോകുന്ന ആ ഒരു അർശിൻ്റെ താഴ്ഭാഗത്തൊരു സ്റ്റേജിൽ പ്രകാശപൂരിതമായ വസ്ത്രം ധരിച്ച് മുഖം പ്രകാശിക്കുന്നൊരു വിഭാഗം ആരാണത് എന്ന് ചോദിച്ചപ്പോൾ സയ്യിദുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, അൽ മുതഹാബ്ബൂന ഫില്ലാഹ്, അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം സ്നേഹിക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ മാർഗത്തിൽ പരസ്പരം നല്ല കൂട്ടുകെട്ട് ബന്ധങ്ങൾ നിലനിർത്തുന്നതാണ്. ആ അള്ളാഹുവിൻ്റെ മാർഗത്തിൽ നിലനിർത്താൻ കഴിയുക അത് സൽസ്വഭാവികൾക്കാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. അപ്പം തബസ്സുമ്, പുഞ്ചിരി, അതുപോലെ പോയ ബന്ധങ്ങൾ, മുറിഞ്ഞ ബന്ധങ്ങൾ ചേർക്കുക, ഇതൊക്കെ സൽസ്വഭാവിയുടെ ലക്ഷണമാണ്. മൂന്നാമത് സൽസ്വഭാവിയുടെ ലക്ഷണം പറഞ്ഞത് ഇഹ്തിമാലുൽ അദാ, ആരിൽ നിന്ന് എന്ത് പ്രയാസം വന്നാലും സഹിക്കാനുള്ള ഒരു സഹനശക്തി അവനുണ്ടാകും. അത് സൽസ്വഭാവിയുടെ ലക്ഷണമാണ്. അവൻ പെട്ടെന്ന് പതറൂല, അത് സഹിക്കും. കുടുംബത്തിൽ നിന്നാവട്ടെ, അയൽവാസിയിൽ നിന്നാവട്ടെ, ഭാര്യമാരിൽ നിന്നാവട്ടെ, ഭർത്താക്കന്മാർ, അങ്ങനെ തിരിച്ചും മറിച്ചും, മാതാപിതാക്കളിൽ നിന്നാവട്ടെ, പരസ്പരം എന്തൊരു പ്രയാസം ഉണ്ടായാലും ക്ഷമിക്കാനുള്ള, സഹിക്കാനുള്ള ഒരു ശക്തി ഒരു സൽസ്വഭാവിക്കുണ്ടാകും.
അത് സൽസ്വഭാവിയുടെ ലക്ഷണമായി മഹാന്മാർ എണ്ണിയിട്ടുണ്ട്. അതുപോലെ തന്നെ മറ്റൊന്ന്, ആരിൽ നിന്നും നമ്മളൊന്നും മോഹിക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ, എന്തെങ്കിലും എനിക്കെപ്പോഴും ആരിൽ നിന്ന് കിട്ടണം എന്നുള്ളൊരു മനോഭാവം, അത് പറ്റില്ല. ആര് നമുക്ക് ഹദിയായി തന്നാലും അത് സ്വീകരിക്കാം, അതല്ലാതെ എനിക്ക് കിട്ടണം. നമ്മുടെ കൈ എപ്പോഴും ഉയർന്ന കൈയാവണം. അൽ യദുൽ ഉല്യ അഫ്ളലു മിൻ യദി സുഫ്ല. മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുകയാണ്, ഉയർന്ന കൈ, കൊടുക്കുന്ന കൈ പ്രതിഫലം ഖൈറായ കൈയാണ് വാങ്ങുന്ന കൈയിനേക്കാൾ. ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ആയിഷ, ഇദാ ജാഅക മിൻ ഹാദൽ മാലി ശൈഉൻ ഫഖ്ബിലി ഫഇന്നഹു റിസ്ഖും സാഖഹു അല്ലാഹു ഇലൈക്. ആയിഷ, ഇങ്ങൾക്ക് ആരെങ്കിലും എന്തെങ്കിലും കൊണ്ടുവന്ന് തന്നാൽ നിങ്ങളത് സ്വീകരിക്കുക, അത് നിങ്ങൾ തട്ടിക്കളയരുത്. ഫഇന്നഹു റിസ്ഖും സാഖഹു അല്ലാഹു ഇലൈകി. ഇത് അള്ളാഹു നിങ്ങൾക്ക് കൊണ്ടുവന്ന ആ ഒരു വലിയ മുതലാണ്, അത് സ്വീകരിക്കുക എന്ന് ആയിഷ ബീബി റളിയല്ലാഹു അൻഹയോട് അഷ്റഫുൽ ഖൽഖ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു. അതല്ലെങ്കിൽ ആരിലും എനിക്ക് കിട്ടണം എന്നുള്ള മോഹമല്ല, നമുക്ക് ആരെന്ത് തന്നാലും അത് സ്വീകരിക്കുക. ആയിഷ ഉമ്മയോട് റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു. മറ്റൊരു ലക്ഷണം സൽസ്വഭാവിയുടെ പറഞ്ഞത്, വത്തഅഫു അമ്മൻ ളലമക്ക്, നിന്നെ ആക്രമിച്ചവർക്ക് മാപ്പ് ചെയ്തു കൊടുക്കുക. അത് നാം മനസ്സിലിങ്ങനെ വെച്ച്, എന്നെ അവരിങ്ങനെ ചെയ്തിരിക്കുന്നു എന്ന് പറഞ്ഞ് മനസ്സിൽ വെച്ച് ഇങ്ങനെ നടക്കുക, അത് മുഅ്മിനിൻ്റെ ലക്ഷണമല്ല, സൽസ്വഭാവിയുടെ ലക്ഷണമല്ല, നാളെ സ്വർഗത്തിൽ പോകുന്ന ആളുകളുടെ ലക്ഷണമല്ല. വിശുദ്ധ ഖുർആനിൽ ഒരു പ്രാർത്ഥന, റബ്ബനഗ്ഫിർ ലനാ വലിഇഖ്വാനിന അല്ലദീന സബഖൂനാ ബിൽ ഈമാൻ, എന്നിട്ട് വലാ തജ്അൽ ഫീ ഖുലൂബിനാ ഗില്ലൽ ലില്ലദീന ആമനൂ, വിശ്വാസികൾ തമ്മിൽ പരസ്പരം വൈരാഗ്യം തരല്ല അല്ലാ എന്ന് നാം പ്രാർത്ഥിക്കുന്നവരാണ്. അള്ളാഹു യഥാർത്ഥ സൽസ്വഭാവികൾ നമ്മെ ഉൾപ്പെടുത്തുമാറാവട്ടെ. അപ്പോൾ ആര് നമ്മെ ആക്രമിച്ചിട്ടുണ്ടെങ്കിലും അവർക്ക് നാം മാപ്പ് ചെയ്ത് കൊടുക്കുക. അള്ളാഹു വലിയ മാപ്പ് ചെയ്യുന്നവനാണല്ലോ. വൽ കാളിമീനൽ ഗൈള വൽ ആഫീന അനിന്നാസ്. മുഅ്മിനീങ്ങളുടെ ലക്ഷണം പറഞ്ഞെടുത്ത് പറഞ്ഞു, അവർ ദേഷ്യത്തെ കടിച്ചു പിടിച്ചു നിൽക്കുന്നവരാണ്, ജനങ്ങൾക്ക് മാപ്പ് ചെയ്തു കൊടുക്കുന്നവരാണ്. അള്ളാഹുവിൻ്റെ ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, ലൈസ സദീദു ബിസ്സുർഅത്തിൻ ഇന്നമസ്സദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്. ഏറ്റവും വലിയ ശക്തിവാൻ ഗുസ്തി കാണിക്കുന്നവനല്ല, മസിൽ പവറുള്ളവനല്ല. ഏറ്റവും വലിയ ശക്തിവാൻ ഇന്നമസ്സദീദുല്ലദീ യംലികു നഫ്സഹു ഇൻദൽ ഗളബ്, ദേഷ്യം വരുന്ന സമയത്ത് ശരീരത്തെ പിടിച്ചു നിർത്തുന്നവനാണ്. അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. സൽസ്വഭാവിയുടെ മറ്റൊരു ലക്ഷണം പറഞ്ഞത് തുഅ്തീമൻ ഹറമക്ക്, നിന്നെ ആരെങ്കിലും വിരങ്ങിയിട്ടുണ്ടെങ്കിൽ അവന് നീ കൊടുക്കുക. അവൻ എന്നോട് എനിക്ക് തന്നിട്ടില്ല, ഞാൻ അവന് കൊടുക്കുന്നില്ല. അവൻ എന്നോടൊരു കാര്യം പറഞ്ഞിട്ടില്ല, ഞാൻ അവനോട് പറയുന്നില്ല. അങ്ങനെയല്ല. തഖല്ലഖൂ ബി അഖ്ലാഖില്ല, നിങ്ങൾ അള്ളാഹുവിൻ്റെ സ്വഭാവം ജീവിതത്തിൽ അനുവർത്തിക്കുക, ജീവിതത്തിൽ പകർത്തുക, ജീവിതത്തിൽ എടുക്കുക. അങ്ങനെ നല്ല സ്വഭാവിയായി ജീവിക്കാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. മഹാനായ അബൂദർദാ റളിയല്ലാഹു അൻഹു തഹജ്ജുദ് നിസ്കരിച്ചിട്ട് സുബഹി ബാങ്ക് വരെ മഹാനവറുകളുടെ പ്രാർത്ഥനയാണ്. എന്താണ് മഹാനവറുകൾ ദുആ ചെയ്തത്? അല്ലാഹുമ്മ കമാ ഹസ്സൻത ഖൽഖീ വഹസ്സിൻ ഖുലുഖീ. പടച്ചവനെ, നീ എൻ്റെ സൃഷ്ടിപ്പ് നന്നാക്കിയതുപോലെ എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ, എൻ്റെ സ്വഭാവം നീ നന്നാക്കണേ. ഇങ്ങനെ ദുആ ചെയ്യുകയാണ്. എനിക്ക് നല്ല കാഴ്ചശക്തി തന്നു, എനിക്ക് കേൾവിശക്തി തന്നു, നടക്കാനൊരു ബുദ്ധിമുട്ട് എനിക്ക് തന്നില്ല, എനിക്കൊരു അവയവങ്ങൾക്കൊരു ബുദ്ധിമുട്ടും തന്നില്ല. എൻ്റെ സൃഷ്ടിപ്പ് നീ നന്നാക്കിയിട്ടുണ്ട് റബ്ബേ, അതുപോലെ എൻ്റെ സ്വഭാവവും നന്നാക്കണേ എന്നുള്ള ഈ പ്രാർത്ഥന സുബഹി വരെ ദുആ ചെയ്ത് രാവിലെ ആയപ്പോൾ, പ്രഭാതമായപ്പോൾ അവിടുന്ന് ഭാര്യ ചോദിച്ചു, നിങ്ങൾ എന്താ ഇന്നലെ രാത്രി ഇങ്ങനെ ദുആ ചെയ്തിരുന്നല്ലോ, ഈ ദുആ ഇങ്ങനെ ചെയ്യാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചപ്പോൾ മഹദിയായ അബൂദർദാ റളിയല്ലാഹു അൻഹുവിൻ്റെ ഭാര്യയോട് അബൂദർദാ റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇന്നൽ അബ്ദൽ മുസ്ലിമ യുഹ്സിനു ഖുൽഖഹു. ഭാര്യയോട് പറയുകയാണ്, ഒരു മുസ്ലിമായ മനുഷ്യൻ അവൻ്റെ സ്വഭാവം നന്നാക്കിയാൽ, അവൻ സൽസ്വഭാവിയായാൽ അവന്
ആ സൽസ്വഭാവം അവനെ സ്വർഗത്തിലെത്തിക്കുമെന്ന് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ആ സൽസ്വഭാവി ആവാനാണ് ഞാൻ അള്ളാഹുവിനോട് ദുആ ചെയ്യുന്നത് എന്ന് മഹാനായ അബൂദർദ റളിയല്ലാഹു അൻഹു അവിടുത്തെ ഭാര്യയോട് പറഞ്ഞ സംഭവം. ഇങ്ങനെ ഒരുപാട് ഹദീസുകൾ സൽസ്വഭാവവുമായി ബന്ധപ്പെട്ട് നമുക്ക് പ്രതിപാദിക്കാനുണ്ട്. ഹബീബിൻ്റെ ഒരു ചര്യയാണ് നമുക്ക് ജീവിതത്തിൽ പകർത്താൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാവട്ടെ. റഹ്മാനായ റബ്ബേ, റഹീമായ അള്ളാഹ്, പരിശുദ്ധമായ മക്ക ഹറമിൽ വെച്ച് നിന്റെ ദീൻ പറഞ്ഞു കേട്ടു, ഹബീബിൻ്റെ ഒരു ചര്യ ഞങ്ങൾ ചർച്ച ചെയ്തു. ഇത് ജീവിതത്തിൽ പകർത്താൻ തൗഫീഖ് നൽകണേ അള്ളാഹ്. ഞങ്ങളുടെ സൽസ്വഭാവികളാക്കണേ അള്ളാഹ്. അത് കാരണമായി സ്വർഗപ്രവേശനം ഞങ്ങൾക്കും ഞങ്ങളുടെ അഹ്ലീങ്ങൾക്കും നീ ഉറപ്പാക്കണേ അള്ളാഹ്. ആഖിബത്ത് നന്നായി മരിക്കുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിലും മുഖ്ലിസുകളിലും ഞങ്ങളെയും ഞങ്ങളെ ബന്ധപ്പെട്ടവരും ഉൾപ്പെടുത്തണേ അള്ളാഹ്. റബ്ബന തഖബ്ബൽ മിന്നാ ദുആഅനാ ഇന്നക അൻതസ് സമീഉൽ അലീം വതുബ് അലൈനാ ഇന്നക അൻതത് തവ്വാബുർ റഹീം. ആമീൻ ബിറഹ്മതിക യാ അർഹമർ റാഹിമീൻ.